സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൽ ജന്ന ഫീമാ യബ്ദൂ ലിന്നാസി വഹുവ മിൻ അഹ്ലിൻ നാർ വ ഇന്നർ റജുല ലയഅമലു അമല അഹ്ലിൻ നാരി ഫീമാ യബ്ദൂ ലിന്നാസി വഹുവ മിൻ അഹ്ലിൽ ജന്ന. സഹീഹുൽ ബുഖാരിയിൽ വന്ന സംഭവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഒരു ഗുണപാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതെന്താ? ഇന്നർ റജുല, നിശ്ചയമായും ഒരാള്, ലയഅമലു അമല അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ പ്രവർത്തനം തന്നെ പ്രവർത്തിച്ച് മുന്നേറും. ഫീമാ യബ്ദൂ ലിന്നാസ്, ആളുകൾ കാണുമ്പോ അയാൾ നല്ല സ്വർഗക്കാരന്റെ പണിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ വഹുവ മിൻ അഹ്ലിൻ നാർ, അയാൾ നരകാവകാശിയായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. വഇന്ന റജുല, നേരെ മറിച്ചുമുണ്ടാകും ഒരാള്, ലയഅമലു അമല അഹ്ലിൻ നാർ, നരകാവകാശിയാകുന്ന പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറും. ജനങ്ങൾ കാണുമ്പോഴൊക്കെ അവന്റെ പ്രവൃത്തി അതായിരിക്കും. പക്ഷേ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അന്തിമ സമയത്തൊരു പക്ഷേ അവൻ ഈമാനോടുകൂടി അങ്ങ് മരിച്ചു പോകാനും ഇടയുണ്ട്. അപ്പോൾ ഒരാളുടെ അന്ത്യം നോക്കിയിട്ടാ വിലയിരുത്തേണ്ടത്. അതെനിക്കോ നിങ്ങൾക്കോ മനസ്സിലാക്കാൻ കഴിയോ? ഒരാളുടെ മരണം എങ്ങനെ സംഭവിക്കുക? ഒരുപാട് തെമ്മാടിയായി ജീവിച്ച ആൾക്കാർ നമ്മൾ വിചാരിക്കും അയാളൊന്നും നന്നാവില്ല. അയാൾ കാണാം ഒരുപക്ഷെ അവസാന കാലത്ത് അയാൾ നന്നായി നിസ്കാരം മുമ്പൊക്കെ തുടങ്ങി നല്ല മനുഷ്യനായിട്ട് അയാൾ അങ്ങ് മരിച്ചു പോകും. വേറെ കുറേ ആളുകളുണ്ടാവും അവസാന കാലം വരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഏറ്റവും മുന്തിയ കാര്യങ്ങൾ ചെയ്ത് അവസാനം കാഫിറായിട്ട് മരിച്ചു പോകുന്ന ദുരന്തവും ഉണ്ടാകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ടാണ് അന്ത്യം നന്നാവാൻ എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നത്. അന്ത്യം നന്നാവണം. നമ്മളിപ്പോൾ എങ്ങനെയെന്നുള്ളതല്ല, നമ്മുടെ അന്ത്യം നന്നാകലാണ് ഏറ്റവും പ്രധാനം. അതാണ് അവിടെ അല്ലാഹു പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പോലും പ്രാർത്ഥിച്ചത് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, നല്ലവരോടൊപ്പം നീ എന്നെ ചേർത്ത് തരണമേ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവേണ്ടതാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, എൻ്റെ ഖൽബിനെ നിന്റെ ദീനിലും നിന്നോടുള്ള അനുസരണയിലുമാക്കിക്കൊണ്ട് നീ എൻ്റെ ഖൽബിനെ ഉറപ്പിച്ചു നിർത്തേണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയരുതേ. ബഅദ ഇദ് ഹദൈതനാ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളുടെ ഖൽബിനെ നീ തെറ്റിച്ചു കളയരുതേ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ, നിന്റെ പക്കൽ നിന്ന് നീ എനിക്ക് കാരുണ്യത്തെ ഓശാരമായി ചൊരിഞ്ഞു തരണമേ റബ്ബേ. ഇന്നക അൻതൽ വഹാബ്, നീയാണല്ലോ ഉദാരമായി നൽകിക്കൊണ്ടിരിക്കുന്നവൻ. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ അന്ത്യം നന്നാകാനുള്ള പ്രാർത്ഥനയാണ്. അന്ത്യം നന്നാകലാണ്. ഒരു രോഗി നല്ലൊരു മനുഷ്യനായി ജീവിച്ചു, വേദന സഹിക്കാതെ അയാളാണ് ആത്മഹത്യ ചെയ്താൽ പോയില്ലേ? അതിലിപ്പോൾ ഇവിടെ സംഭവിച്ച് ഈ സഹാബിക്ക് സംഭവിച്ചത് വേദന സഹിക്കാതെ ചെയ്തതാ. അപ്പോഴും സഹിക്കണം എന്നാ പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അന്ത്യനിമിഷം നന്നാകലാണ് ഏറ്റവും പ്രധാനം. അന്ത്യനിമിഷം നന്നാവലാണ്. ആ സമയത്ത് പോലും ശൈത്താനിങ്ങനെ ദുർബോധനം നടത്തിയിട്ട് നമ്മൾ കാഫിറും മുനാഫിക്കൊക്കെ ആയിട്ട് മരിച്ചു പോകാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തും. ശൈത്താൻ ഒരു വേളയിലും നമ്മൾ വിടൂല. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. എൻ്റെ രക്ഷിതാവേ, ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അവൻ മരണസമയത്ത് എൻ്റെ അടുക്കൽ അവൻ ഹാജരാകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അന്ത്യം മോശമാക്കാൻ ശൈത്താൻ എപ്പോഴും പിന്നാലെ ഹാജറായി കൊണ്ടിരിക്കും, നമ്മളെ നശിപ്പിക്കാൻ. അവൻ മരണനേരത്ത് പോലും വിടൂല. അവസാനത്തെ പ്രതീക്ഷയാണ് ഇനി അവനുള്ളത്, മരിക്കണത് എങ്ങനെയെന്നുള്ളത്. ആ നേരത്ത് പോലും മോശമായ ചിന്താഗതികൾ മനസ്സിൽ കൊണ്ടുവന്ന് കാഫിറായി മുനാഫിക്കായി മരിപ്പിക്കാനാണ് ശൈത്താൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.